ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഐഡിയ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ജീൻസിൻ്റെ ഒരു ട്രൗസറായിരുന്നു. ഇപ്പോൾ അരവണത്തിൻ്റെ ഭാഗം ഭയങ്കര ടൈറ്റ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് അത് യൂസ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടുകൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ചെറിയൊരു ലൈക്ക് ഒന്നും തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു ഐഡിയ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് നമുക്ക് പാറ്റേൺ ആണ്. പാറ്റേണിൻ്റെ അളവ് കാണിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പാറ്റേൺ. ഈ അളവ് വന്നിട്ട് പറഞ്ഞുതരാം. 5.5 ഇഞ്ചാണ് നീളത്തിലുള്ളത്. പക്ഷെ ഇത് ഷേപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ എടുത്തിട്ട് നിങ്ങൾ ഷേപ്പ് ചെയ്താൽ മതി. ഷേപ്പ് ചെയ്യാനുള്ള ഐഡിയയും പറഞ്ഞുതരാം. സെൻറ്ററിൽ വീതി വന്നിട്ട് 4.25. സെൻറ്ററിലേക്ക് വീതി കൂടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു സൈഡിലേക്ക് വീതി കുറഞ്ഞ രീതിയിലും ഒരു സൈഡിലേക്ക് വീതി കൂടിയ രീതിയിലാണ് ചെയ്തത്. അതെങ്ങനെ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈറ്റ് 5.5, വിഡ്ത്ത് 4.25. അപ്പം നമ്മൾ ഇങ്ങനെ എന്താ പറയുക, ഫോൾഡ് ചെയ്തു, ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യണേ, ജസ്റ്റ് ഇങ്ങനെ ഷേപ്പ് കൊടുക്കും. ഇങ്ങനെ ഷേപ്പ് കൊടുക്കണം. ജസ്റ്റ് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഷേപ്പ് കൊടുക്കും, ഒരു ഭാഗത്ത് കൂടുതൽ ഷേപ്പ് കൊടുക്കണം. അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ ഒരു സൈഡിൽ കുറച്ചും കൂടി ഒരു ഭാഗത്ത് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് ഇറക്കി ഷേപ്പ് കൊടുക്കുക. അത്ര മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതാണ് ഈ ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലോത്തിൽ കിട്ടാവുന്ന ഒരു രീതിയിലെ ട്രൗസറിൻ്റെ കണ്ടോ, ഈ ഒരു ഭാഗം വരെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ ഈ ഭാഗത്ത് ഇങ്ങനെ തയ്യൽ തുമ്പാണ്, പിന്നെ ഈ ഭാഗത്തും തയ്യൽ തുമ്പാണ് കേട്ടോ. ഇത്ര കിട്ടിയുള്ളൂ. പിന്നെ ഇവിടെ അലാസ്റ്റിക് ആയിരുന്നു. അപ്പോൾ ഇത്രയും ക്ലോത്തിൻ്റെ ഉള്ളിലേക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു ക്ലോത്തിനാണ് നമ്മൾ ഇത് എടുത്തത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ പാറ്റേൺ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് തുണിയിൽ കാര്യം സാധിക്കും കേട്ടോ. പാറ്റേൺ വരയ്ക്കുമ്പോൾ നമുക്കുള്ള ഗുണമെന്ന് പറയുമ്പോൾ നമുക്ക് തുണി അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ എളുപ്പമുണ്ട്. ഓക്കെ, എന്നിട്ട് ഇതിങ്ങനെ ഷേപ്പ് വരയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളതിൻ്റെ തന്നെ അപ്പോൾ നമ്മൾ 2 എണ്ണം ഷേപ്പ് വരച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നിന്ന് വീതി കൂടിയ ഭാഗം ഈ സൈഡിൽ നിന്ന് എടുത്തുണ്ട്. അപ്പോൾ ഈ ഭാഗം ചെറുതായിട്ട് ഇങ്ങനെ ഈ ഒരു ഭാഗത്തിൻ്റെ വരുമ്പോൾ ഇങ്ങനെ ചുളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തേക്ക് എടുത്തു. ഇങ്ങനെ വെച്ചിട്ട് ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ജസ്റ്റ് ഷേപ്പ് വരച്ചത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് 2 എണ്ണം എടുത്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ 2 ക്ലോത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഭാഗം ഫോൾഡ് ചെയ്യണം കേട്ടോ. ഇതിങ്ങനെ വെച്ചിട്ട് ഒരു കഷ്ണം ഇരുന്ന് കട്ട് ചെയ്തെടുക്കണം. വേറൊരു ക്ലോത്ത് നമ്മൾ എടുക്കണം. അത് അര ഭാഗത്തിന് ഇതിൻ്റെ ഒരു ഹാഫിന് കുറച്ച് സ്വല്പം കൂടുതലായിട്ട് നിൽക്കുന്ന രീതിക്ക് കേട്ടോ. ഓക്കെ, കറക്റ്റ് സെൻറ്റർ അല്ല, അതിനേക്കാട്ടിലും സ്വല്പം കൂടുതൽ നിൽക്കണം. ആ ഒരു രീതിക്ക് കണ്ടില്ലേ, ഇങ്ങനെ ആക്കിയപ്പോൾ കണ്ടോ, ഇതിനേക്കാളും കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. ആ ഒരു രീതിക്കാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഒരു സൈഡിൽ ഇതിവിടെ ഇത്തിരി കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. അതേപോലെ നെല്ലിപ്പത്തും ഇതിൽ ഇത്തിരി കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഭാഗം കട്ട് ചെയ്തെടുക്കാണ്.
ആവശ്യമുണ്ട്. ഇത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസുകളുടെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിതിങ്ങനെ മുകളിലേക്ക് ഇട്ടിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് ക്രോസ് പീസുകൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് സർക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാകുമ്പോൾ കുറച്ച് വേണം. അതുകൊണ്ട് നമ്മൾ കുറേ പ്രാവശ്യമായിട്ട് വരയ്ക്കേണ്ടല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ മുകളിലേക്ക് ഇട്ടത്. ഇതിൽ വലിപ്പം കൂടുതലുള്ളത് നമുക്ക് നോക്കിയിട്ട് വേഗം ജോയിൻ ചെയ്ത് ഇതൊക്കെ ജോയിൻ ചെയ്ത് വരണം കേട്ടോ. ഇത് ജോയിൻ ചെയ്തിട്ട് പൈപ്പിംഗ് നൂലിട്ടിട്ട് പൈപ്പിംഗ് ആക്കി എടുത്തിട്ട് വരണം. ഓക്കെ, ഇത് ജോയിൻ ചെയ്യുക, ഒപ്പം പൈപ്പിംഗ് നൂലിട്ടിട്ട് പൈപ്പിംഗ് ആക്കി കൊണ്ടുവരണം. ഈ ഒരു ക്ലോത്ത് ഈ ഒരു ഭാഗം ഇങ്ങനെ ഫോൾഡായിട്ട് എടുക്കണം. അത് ജസ്റ്റ് ഒന്ന് ഇവിടെ വെച്ച് തയ്ക്കുന്നുണ്ട്. ഈ ഭാഗത്ത് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് തയ്ക്കുന്നത്. ഓക്കെ, തയ്ച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലൂടെ വയ്ക്കാം. വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങോട്ട് തിരിച്ചിടാം. എന്നിട്ട് ചുറ്റും തയ്ക്കാം. എന്നിട്ട് ഇനി ഈ ഒരു സൈഡൊക്കെ ഇങ്ങോട്ട് ഫുള്ളായിട്ട് തയ്ച്ചെടുക്കാം. നമുക്ക് ഇത് ചുറ്റുവട്ടം കട്ട് ചെയ്ത് കളയാം. ഇത് തയ്ച്ചത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ ക്ലോത്തിൽ നമുക്ക് കുറച്ച് പൈപ്പിംഗ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് വെച്ച് തയ്ക്കാം. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് ജോയിൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിവിടെ കുറച്ച് ദൂരം കൂടുതലാക്കി കടത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് കർവ് ചെയ്യുമ്പോൾ ഇവിടെ പിൻ ചെയ്ത് വെച്ചേക്കാൻ കണ്ടില്ലേ, കുറച്ചധികം പിൻ വെച്ചിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ തയ്ച്ചിട്ടില്ല, ഇനി തയ്ക്കണം. അതിന് മുന്നേക്ക് നമുക്ക് ഇവിടെ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് ഇനി അതേപോലെ ഈ ഒരു സൈഡ് ഭാഗത്തും അതേപോലെ ഈ ഒരു കർവ് വരുന്ന ഭാഗത്തും അതുപോലെ തന്നെ ചെരിച്ച് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് പൈപ്പിംഗ് കൂട്ടി ഈ ഭാഗത്തേക്ക് ആയതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് വെച്ച് തുടങ്ങാം കേട്ടോ. ഇനി ഇതൊക്കെ ഒന്ന് സൈഡൊക്കെ ഒന്ന് ഒപ്പാക്കണം കേട്ടോ. എല്ലാം ഒന്ന് ഒപ്പാക്കിയെടുക്കുക.
ഇനി നമുക്ക് കുറച്ച് ഓപ്പണിങ് കൊടുക്കണം. കുറച്ച് ദൂരം, കുറച്ച് കൂടുതൽ ദൂരം നമുക്ക് ഓപ്പണിങ് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മറിച്ചിടാൻ എളുപ്പമുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ദൂരം ഓപ്പണിങ് കൊടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ ഇപ്പോൾ തയ്ച്ച് കഴിഞ്ഞ ഭാഗം ഇത് ഇങ്ങനെ തയ്ച്ചില്ലേ, എന്നിട്ട് ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് സെയിം ഷേപ്പിൽ തന്നെ ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് കൂടുതൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മറിച്ചെടുക്കാനായിട്ടൊക്കെ എളുപ്പമായിരിക്കും കേട്ടോ. എന്നിട്ട് ഈ ഗ്യാപ്പ് ഇട്ട ഈ ഭാഗത്തിൻ്റെ ഇപ്പുറത്രയും ഭാഗം ചുറ്റും തയ്ച്ച് വരെ എത്ര ഗ്യാപ്പ് ഇട്ട ഭാഗം മാത്രം മാറ്റി വയ്ക്കാം. തയ്ച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഈ ഭാഗം തുന്നിയെടുത്തു. ഒരു സൈഡ് നമ്മൾ ഓപ്പൺ ചെയ്തു, ഇത് മറിച്ചിട്ടു. അപ്പോൾ നമുക്കിത് ഇതിനകത്ത് കോയിൻസൊക്കെ വെക്കാം. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം കേട്ടോ. ആ രീതിയിലാണ് ചെയ്തിട്ടാണ് ചില്ലറ പൈസ ഇട്ട് വയ്ക്കാൻ പറ്റാവുന്ന രീതിയിൽ വെക്കാൻ പോകും. പിന്നെ ഇവിടെ ഒരു ഹുക്കും ഹോളും വെക്കുന്ന രീതിയിൽ സംഭവം പ്രസ് ബട്ടൺ ഉണ്ടെങ്കിൽ തുണിയുമ്പോൾ ക്ലോത്തുമ്പോൾ വെച്ച് തന്നെ പ്രസ് ചെയ്യണ പോലത്തെ ഇതുണ്ടെങ്കിൽ ഇത് ഇവിടെയും ഒരെണ്ണം കൊടുക്കുക, ഇവിടെ ഒരെണ്ണം കൊടുക്കുക. എൻ്റെ അതില്ല, അതുകൊണ്ട് നമ്മളിത് ചെയ്യണില്ല. അപ്പോൾ അത് ഇത്രയുള്ളൂ, തൽക്കാലത്തേക്ക് ഇത്രയും ചെയ്യുന്നുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.